ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ അധികം സംസാരിക്കാത്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഫേസ് സ്കിൻ കെയറിനെ പറ്റി പറയാറുണ്ട്, അതായത് ഫേസ് സ്കിൻ കെയറിനെ പറ്റി പറയാറുണ്ട്, ഹെയർ കെയറിനെ പറ്റി പറയാറുണ്ട്. പക്ഷെ നമ്മളൊരു ബോഡി കെയർ റുട്ടീനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെ പറ്റിയാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബോഡി കെയർ. ഇപ്പൊ നമ്മൾ ബോഡി കെയർ വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം കുളിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അത് ആക്ച്വലി ഡിപ്പെൻഡബിൾ ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പൊ രാവിലെ എണീച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ലൂക്ക് വാം വാട്ടറിൽ ഫ്രഷ് ആയിട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ല. വൈകിട്ട് വന്നിട്ട് ഫ്രഷ് ആവുന്നതുകൊണ്ട് തെറ്റില്ല. രണ്ടു നേരം കുളിക്കുന്നത് നല്ലതാണ്. പക്ഷേ കാരണം നമ്മൾ അത്രയും സ്വെറ്റും ഒക്കെ ഉള്ളത് അത് കഴുകി കളയുന്നത് നല്ലതാണ്. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ മോർണിംഗിലുള്ള ഫ്രഷ്നെസ് രാവിലെ ഉള്ള കുളിക്കുന്നത് വൈകിട്ടോട്ട് മാറ്റുന്നതാണ് നല്ലത്. കാര്യം എന്തെന്ന് വെച്ചാൽ വൈകിട്ടാകുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് എടുത്ത പണിയൊക്കെ എടുത്ത് നമ്മൾ പിറകൊക്കെ ഒന്ന് വിയർത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാനായിട്ട് വൈകിട്ട് കുളിക്കുന്നതാണ് നല്ലത്. കാരണം ഡ്രൈ സ്കിൻ ആകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ബോഡി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലി ഉള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ആവും. അപ്പം ഒരുപാട് നമ്മൾ നാച്ചുറൽ ഓയിലും കൂടി സ്ട്രിപ്പ് ഔട്ട് ആവും, നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ ഒരു നേരം കുളിക്കുക. അതല്ല നോർമൽ സ്കിൻകാരോ നോർമൽ ഡ്രൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു നേരം കുളിക്കുക. പക്ഷെ ബോഡി നന്നായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കണോ ചൂടുവെള്ളത്തിൽ കുളിക്കണോ എന്നുള്ളത്. അത് നമ്മൾ തണുത്ത വെള്ളം ഉദ്ദേശിച്ച് നോർമൽ ടാപ്പ് വാട്ടർ കുളിക്കണോ അത് ചൂടുവെള്ളത്തിൽ കുളിക്കണോ എന്നുള്ളതാണ്. ബേസിക്കലി ഒരു ലൂക്ക് വാം വാട്ടറിൽ കുളിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ സ്കിൻകാരാണ്. നിങ്ങൾ നല്ല ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നോർമൽ ടാപ്പ് വാട്ടർ കുളിക്കുന്നതാണ് നല്ലത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവും. അത് കാരണം നമുക്ക് ആ ഒരു ഇച്ചിനെസ് വരും, ചൊറിച്ചിലൊക്കെ വരും, സ്കിന്നിന് വേറെ ചൊറിച്ചിൽ പോലെയുള്ള സിറ്റുവേഷനിലോട്ട് പോകും. അത് ഉണ്ടാവാതിരിക്കാനാണ് ലൂക്ക് വാം വാട്ടർ അവോയ്ഡ് ചെയ്ത് ടാപ്പ് വാട്ടർ കുളിക്കാനായിട്ട് പറയുന്നത്. പക്ഷെ എനിക്കറിയാം പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് രാത്രി ലൂക്ക് വാം വാട്ടറിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന ഫ്രഷ്നെസ് വേറെ തന്നെയാണ്. അപ്പം പക്ഷെ എക്സ്ട്രീംലി ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്ന പോലെ ഭയങ്കര ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം ഒരു ദിവസം 2 പ്രാവശ്യത്തിൽ കൂടുതൽ കുളിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഒരുപാട് പേരുണ്ട് ഒരു ദിവസം 4-3 തവണ കുളിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ അച്ഛനൊക്കെ പണ്ട് ലൈക്ക് എൻ്റെ അച്ഛൻ 3 നേരം 4 നേരം കുളിക്കുന്ന ആളായിരുന്നു. അപ്പൊ പിന്നെ എൻ്റെ അങ്കിളുണ്ട് 7 നേരം കുളിക്കുന്ന ആളാണ്. ഞങ്ങൾ കളിയാക്കുകയും ചെയ്യും. അപ്പം ബേസിക്കലി നിങ്ങൾ ഒരു 2 നേരം കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ബോഡിയുടെ ഒരു സ്കിന്നിന് നല്ലത്. മാത്രമല്ല കാരണം ചൊറിച്ചിലൊന്നും വരാതിരിക്കും, നമ്മുടെ നാച്ചുറൽ ഓയിൽ നമ്മുടെ സ്കിന്നിൽ തന്നെ ഇരിക്കും. അപ്പൊ വൈകിട്ടും കുളിക്കുക, മോർണിംഗിലും നമ്മൾ ബോഡി വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതോ ഞാൻ പറയില്ല, ഡ്രൈ സ്കിൻ ആരാണെങ്കിൽ ഒരു നേരം ആക്കുക, അല്ലാതെ നോർമൽ സ്കിൻ ആണെങ്കിൽ നമ്മൾ 2 നേരം കുളിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ബോഡി ഫ്രഷ് ആവും, ക്ലീൻ ആയിട്ടിരിക്കും, സ്വെറ്റ് ഒക്കെ പോവും, ഡെഡ് സ്കിൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും. അത് മാത്രമല്ല നമുക്ക് ഹൈഡ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് കുളിച്ചിട്ട് ഡയറക്റ്റ് ഹൈഡ്രേഷൻ കൊടുക്കുന്നതും അത് വേറൊരു എഫക്റ്റ് ആണ്. അത് നമുക്ക് ഇനി പറയാം. അപ്പൊ എത്ര നേരം കുളിക്കണം, ഏത് വെള്ളത്തിൽ കുളിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ക്ലിയർ ആയാലും ഇനി നമുക്ക് എന്ത് വെച്ച് കുളിക്കണം എന്ന് നോക്കാം. സോപ്പ് യൂസ് ചെയ്യണോ, ബോഡി വാഷ് യൂസ് ചെയ്യണോ, സ്ക്രബ് യൂസ് ചെയ്യണോ, എന്ത് ടൈപ്പ് ബോഡി വാഷ്, എന്ത് ടൈപ്പ് സോപ്പ്, ഇതിനെയൊക്കെ പറ്റി നോക്കാം. അതായത് നോർമലി ഇപ്പൊ വരുന്നൊരു മെയിൻ ഡൗട്ടാണ് ഞാൻ സോപ്പ് യൂസ് ചെയ്യണോ ബോഡി വാഷ് യൂസ് ചെയ്യണോ എന്നുള്ളതിനെ പറ്റി. സോപ്പ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ബോഡി വാഷ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ pH ആണ്. നമ്മൾ ഫേസ് വാഷിൽ ആദ്യം ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ സ്കിൻ നോർമൽ pH ഉള്ളതാണ്, ന്യൂട്രൽ ടു അസിഡിക് pH ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ ആൽക്കലൈൻ നേച്ചർ വന്നിട്ടുള്ള സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. എക്സാക്ട്ലി സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ബോഡിയുടെ സ്കിന്നിലും വരുന്നത്. ഫേസിന്റെ സ്കിന്നിനേക്കാളും ബോഡി സ്കിൻ കുറച്ചുകൂടി തിക്കാണ്, അതുകൊണ്ട് ഈസിലി ഡ്രൈ ഔട്ട് ആവും. അപ്പൊ ഫേസിനേക്കാളും കുറച്ചും കൂടി നല്ല നമ്മുടെ pH കുറഞ്ഞ ആൽക്കലൈൻ pH ഉള്ളത് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. പ്രത്യേകിച്ച് എനിക്കൊക്കെ ആണെങ്കിൽ പണ്ട് ഞാൻ സോപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ സ്കിൻ എപ്പോഴും എന്താ പറയുന്ന കുരു വരും, ഡ്രൈ ആയിട്ടിരിക്കും. എനിക്ക് റീസൺ അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പിയേഴ്സ് സോപ്പിലോട്ടൊക്കെ സ്വിച്ച് ചെയ്തപ്പോഴാണ് എനിക്കത് കാര്യം മനസ്സിലായത്. സംഭവം എന്ന് വെച്ചാൽ പിയേഴ്സ് സോപ്പിനും pH അത്യാവശ്യം ന്യൂട്രൽ ടു അസിഡിക് pH ആണ്. അതുകൊണ്ട് നമുക്ക് പിയേഴ്സ് വയ്ക്കുമ്പോൾ നമുക്ക് അധികം സ്കിൻ ജെന്റിൽ ആയിട്ടിരിക്കും. ഇപ്പൊ എല്ലാവരും അസിഡിക് pH ഉള്ള സാധനം ജെന്റിലാണ്. അതെ, നമ്മുടെ സ്കിന്നിൽ ഒരുപാട് അസിഡിക് ന്യൂട്രൽ ടു അസിഡിക് pH ഉള്ള സാധനം സത്യത്തിൽ നമ്മുടെ സ്കിന്നിന് ജെന്റിൽ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മളിപ്പം നല്ല സോപ്പ് എന്ന് പറയും ഭയങ്കര മണമുള്ള സോപ്പൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ജെന്റിൽ ആയിട്ടുള്ള സോപ്പുകൾ ബോഡിയിൽ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. സെറ്റാഫിലിന്റെ സോപ്പ് വാങ്ങിക്കാൻ കിട്ടും, പിയേഴ്സിന്റെ സോപ്പ് നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിന് സെബാമെഡിന്റെ സോപ്പ് നല്ലതാണ്. അപ്പൊ
അങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിന്റെ pH നോക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ സ്കിൻ ഡ്രൈ ആവും. സോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഡ്രൈ ആവും. പിന്നെ സോപ്പിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നല്ല മണമുള്ള സോപ്പ് യൂസ് ചെയ്യും. സന്തൂർ, ലക്സ്, ഞാൻ ബ്രാൻഡുകളുടെ പേരല്ലേ പറയുന്നത്, നമ്മൾ നോർമലി ഹൗസ് ഹോൾഡ് യൂസ് ചെയ്യുന്ന സോപ്പുകളാണ് ഇതൊക്കെ. സന്തൂർ, ലക്സ്. സന്തൂർ എൻ്റെ അമ്മയുടെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് സോപ്പാണ്. സന്തൂർ ഇല്ലാതെ അവിടെ ഒന്നും നടക്കില്ല, അങ്ങനത്തെ സോപ്പാണ്. എല്ലാ ബാത്റൂമിലും എപ്പോഴും കാണുന്ന സോപ്പാണ് ഇപ്പോഴും സന്തൂറിന്റെ സോപ്പ്. അതേ ഭാഗ്യത്തിന് എൻ്റെ വീട്ടിൽ എനിക്ക് സ്കിൻ പ്രോബ്ലം, എനിക്ക് ഒരു എന്താ പറയുക ആ ഒരു കുരു വന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പിയേഴ്സിലോട്ട് ഷിഫ്റ്റ് ആയതാണ്. സോ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ളത് നമ്മൾ സ്കിൻ കെയർ, ഫേസ് സ്കിൻ കെയർ പറയുന്ന പോലെ തന്നെ നമ്മൾ ബോഡി സ്കിൻ കെയറിലോട്ട് വരുമ്പോൾ ഫ്രാഗ്രൻസ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കിൻ ഡ്രൈ ആവും, അത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിലോട്ട് പോകും, നമുക്ക് കുരു വരും. മാത്രമല്ല ഈ ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ആൽക്കലൈൻ പേജിലോട്ടൊക്കെ പോവാന്നുണ്ടെങ്കിൽ ഇത് കാരണം നമ്മുടെ ബോഡിക്ക് അത് നല്ലതല്ല. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബ്രാൻഡ്, പേര് പറയുന്ന വലിയൊരു ബ്രാൻഡിന്റെ സോപ്പ് നിങ്ങൾ pH ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആൽക്കലൈൻ pH ഉള്ള സാധനം കിട്ടും. ഇതിട്ട് തേച്ച് കഴിഞ്ഞാൽ ഖൂബ്സൂരത്തി, അതായത് ബ്യൂട്ടി ഒന്നും കിട്ടത്തില്ല, നല്ല രീതിയിൽ കുരുക്കൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ ജെന്റിൽ ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാം. ഇനി ബോഡി വാഷിലോട്ട് പോകുമ്പോൾ ബോഡി വാഷ് ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് മാറിയിരിക്കുന്നത്. എല്ലാവർക്കും സോപ്പ് അല്ല നല്ലത്, ബോഡി വാഷ് ആണ് നല്ലത്, അങ്ങനെയൊന്നുമില്ല. സോപ്പ് ലോ pH നമ്മുടെ സ്കിന്നിന്റെ pH ഉള്ള സോപ്പ് നല്ലതാണ്. ബോഡി വാഷ് ആയാലും നമ്മുടെ സ്കിന്നിന്റെ pH ഉള്ള ബോഡി വാഷ് ആണെങ്കിൽ അതാണ് നല്ലത്. ബോഡി വാഷ് വാങ്ങിക്കുമ്പോൾ അധികം ഫ്രാഗ്രൻസ് ഇല്ലാത്ത ജെന്റിൽ ആയിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, അല്ലെ ബാക്ക് ആക്നെ ഒക്കെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് HA/BHA എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെന്റിൽ ആയിട്ടുള്ള ബോഡി വാഷ് ആണെങ്കിൽ നയാസിനമൈഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി വൈസിൽ നയാസിനമൈഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഒരു ബ്രൈറ്റനിങ് ബോഡി വാഷ് ആണെങ്കിൽ കെമിസ്റ്റഡ് പ്ലേഡ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് ഉണ്ട്. അപ്പം എന്താ പറയുക, നമുക്കൊരു ഒരുപാട് HA/BHA ഇല്ലാത്ത ജെന്റിൽ ആയിട്ടുള്ള ബോഡി വാഷസ് അവൈലബിൾ ആണ്. ഒന്നുകിൽ അത് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്ട്രോബെറി ലെഗ്സ് അങ്ങനത്തെ കണ്ടീഷൻ, ബാക്ക് ആക്നെ അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് HA/BHA അടങ്ങിയ ബോഡി വാഷ് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ബോഡി വാഷിലും അഴുക്കുള്ളത്, സോപ്പിലും അഴുക്കുള്ളതുണ്ട്. എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഫ്രാഗ്രൻസ് അവോയ്ഡ് ചെയ്യുക. സ്കിന്നിന്റെ pH പറ്റുന്ന ബോഡി വാഷ് ആണോ എന്ന് നോക്കുക. ഇപ്പൊ ഒരുവിധമുള്ള നല്ല ബ്രാൻഡുകളുടെ ബോഡി വാഷ് ഒക്കെ അറ്റ്ലീസ്റ്റ് സ്കിന്നിന്റെ നമ്മുടെ pH നെ പറ്റി പറയുന്നുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ളൊരു സോപ്പ് യൂസ് ചെയ്യുക ബോഡിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് യൂസ് ചെയ്താൽ മതി. പിന്നെ എക്സ്ട്രീംലി ഫ്രാഗ്രൻസ് ഉള്ള സോപ്പുകൾ അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഫ്രാഗ്രൻസിന് നമുക്ക് പെർഫ്യൂംസ് യൂസ് ചെയ്യാം, ബോഡി റോൾ ഓൺസ് യൂസ് ചെയ്യാം. നമ്മുടെ സോപ്പിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറിലോ ഒക്കെ നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണ് നമ്മൾ ഒരുപാട് ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സോപ്പാണോ ബോഡി വാഷ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും യൂസ് ചെയ്യും. എപ്പോഴും നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ലോ അസിഡിക് ടു ന്യൂട്രൽ pH ബോഡി വാഷസും സോപ്പും യൂസ് ചെയ്താൽ മതി എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്തത്, ഇപ്പൊ എത്ര നേരം കുളിക്കാന്നായി, ഏത് വെള്ളത്തിൽ കുളിക്കണമെന്നായി, സോപ്പ് വേണോ ബോഡി വാഷ് വേണോ യൂസ് ചെയ്യാനുള്ളതെന്നായി. അടുത്തതാണ് ലോ ഫെയിം, അതല്ലെങ്കിൽ നമ്മൾ ബോഡി വാഷിംഗ് ബ്രഷസ് അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഗ്ലൗസുകൾ, ഫേസ് സ്ക്രബിങ്, ബോഡി സ്ക്രബിങ് ഗ്ലൗസസ് ഇതൊക്കെ യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. അതിലോട്ട് വരുമ്പോൾ എന്താവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോഫെ ആയാലും, ഞാൻ ഇത് ഒരുപാട് ഷോർട്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോഫെ ആയാലും അല്ലെങ്കിൽ ബോഡി വാഷിംഗ് ബ്രഷസ് ആയാലും നമ്മുടെ ഇഞ്ചി ആയാലും എന്തായാലും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ 2 നേരം കുളിക്കുന്ന ആൾക്കാർ 2 നേരം ഇതൊക്കെ യൂസ് ചെയ്ത് ബോഡി വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർ എക്സ്ഫോളിയേഷൻ നടക്കും നമ്മുടെ സ്കിന്നിൽ. എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ഒരയ്ക്കാണ് നമ്മുടെ ബോഡിയുടെ സ്കിൻ. അത് കാരണം നമുക്ക് ബാക്ക് ആക്നെ കൂടും. പിന്നെ ലോഫയൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ബാത്റൂമിൽ തന്നെ ആയിരിക്കും ഈ ലോഫയൊക്കെ സൂക്ഷിക്കുന്നത്. ബാക്ടീരിയ അതിനകത്ത് വളരാൻ, അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ കാര്യം ചോദിച്ചിട്ട്, എത്ര പേര് പ്രോപ്പറായിട്ട് ലോഫ 2 months 3 months ചേഞ്ച് ചെയ്യും? ആരും ചേഞ്ച് ചെയ്തില്ല. എല്ലാവരും അതിന്റെ അട്ടപ്പളൊക്കെ ഇട്ട് മാത്രമായിരിക്കും നമ്മളത് ചേഞ്ച് ചെയ്യുന്ന ലോഫയുടെ. കാരണം ഇനി ലോഫ വലിച്ചു കീറി കളയാൻ പറ്റുന്ന രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു വരുമ്പോഴായിരിക്കും എന്തായാലും നമ്മൾ റോളിൽ എങ്ങനെയും കെട്ടിവെച്ചിട്ടാണ് നമ്മൾ ആ ലോഫ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇഞ്ചിലോട്ട് വരുമ്പോൾ ഇഞ്ച് നല്ലതാണ്, പക്ഷെ അത് കാലിൽ യൂസ് ചെയ്തു. അത് ഈ വെണ്ടീറി നിൽക്കുന്ന കാലുകൾ നോർമലി കാല് തേച്ച് കഴുകാനായിട്ട് പിമിക്സോണിനേക്കാൾ നല്ലത് നമ്മുടെ ഇഞ്ചിയാണ്. പക്ഷെ നമ്മൾ കഴുത്തിന്റെ ബേക്ക് അവിടെയൊക്കെ നമ്മൾ ഇഞ്ചി ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടും, ഹൈപ്പർ പിഗ്മെന്റേഷനും കൂടും. ഇങ്ങനത്തെ സാധനങ്ങളിലോടൊക്കെ ടാറ്റ ബൈ ബൈ പറയാം. അതുപോലെയാണ് ബോഡി റബ്ബിംഗ് ഗ്ലൗസുകൾ, അതും ഈ സെയിം യൂസ് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്, അതിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായി ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ വീക്കിലി വൺസോ അതല്ലാന്നുണ്ടെങ്കിൽ
മാസത്തിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്തു, അത്രയും യൂസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ട് ബോഡി സ്ക്രബുകൾ കിട്ടും, അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഓൾറെഡി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് യൂസ് ചെയ്യാണ്, നമ്മളൊരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് ഒക്കെ യൂസ് ചെയ്താൽ ബാക്ക് ആക്നെ, സ്ട്രോബെറി ലെഗ്സ് പോലുള്ള ബോഡി കണ്ടീഷൻസ് മാറ്റിയെടുക്കാനും നമുക്ക് പറ്റും. സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ മറ്റുള്ള ഫിസിക്കൽ സ്ക്രബുകളെക്കാൾ ലോഫ, ഈഞ്ച, ബോഡി ഗ്ലൗസ്, അതെ സ്ക്രബിംഗ് ഗ്ലൗസിനെക്കാളും നല്ലത് എക്സ്ഫോളിയേറ്റിംഗ് ഫിസിക്കൽ സ്ക്രബുകളില്ലേ, ഞാൻ ഫേസിൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ സ്ക്രബ്സ്, ആ നിങ്ങൾ ബോഡിയിലോട്ട് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. കാരണം ഫേസ് സ്കിന്നിനേക്കാളും കുറച്ചും കൂടെ തിക്കാണല്ലോ ബോഡിയുടെ സ്കിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം ബോഡിയിലോട്ട് ചെയ്യുമ്പോൾ അത്ര ഒരു മൈക്രോ ബ്ലീഡിങ്ങോ മൈക്രോ ടീയേഴ്സോ ഉണ്ടാവത്തുമില്ല, എക്സ്ഫോളിയേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നം തീരുകയും ചെയ്യും. അപ്പോൾ എന്ത് വെള്ളത്തിലാണ് കഴുകേണ്ടത് മനസ്സിലായി, ഏത് സോപ്പാണോ ബോഡി വാഷാണോ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി, ബോഡി വാഷിംഗ് ടൂൾസ് യൂസ് ചെയ്യണമെന്ന് വേണ്ടയോ എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഫിസിക്കൽ സ്ക്രബിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി നമുക്ക് മോയ്സ്ചറൈസറിലോട്ടും സൺസ്ക്രീനുകളിലോട്ടും പോകാം. മോയ്സ്ചറൈസേഴ്സ്, സ്ക്രബ്, സൺസ്ക്രീനിലോട്ടും വരുമ്പോൾ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നവരും ബേസിക്കലി ഞാനും ഒക്കെ ചെയ്ത മിസ്റ്റേക്കാണ്. ഫേസിലെ സ്കിൻ നമ്മൾ പ്രോപ്പറായിട്ട് നിൽക്കും, ബോഡിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല, വെറുതെ ഒരു ബോഡി വാഷ് ഏതെങ്കിലും റാൻഡം ബോഡി വാഷ് യൂസ് ചെയ്യും, കുളിക്കും, ഇറങ്ങി വരും, അത് പ്രോപ്പറായിട്ട് നോക്കത്തില്ല. അത് കാരണമായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ബാക്ക് ആക്നെ വരുന്നതും ഇച്ച്നെസ് വരുന്നതും നമ്മുടെ ബോഡി ക്ലിയർ ആയിട്ട് നിൽക്കാത്തതും ഒക്കെ കാരണം അതാണ്. ഫേസ് എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ ബോഡി നോക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഞാനും ഒക്കെ അങ്ങനെ പണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫേസ് ചെയ്താലും ബോഡി സ്കിപ്പ് ചെയ്യാറുള്ള ആളാണ്, മടി കാരണം. ടു ബി ഫ്രാങ്ക് നമ്മൾ നോർമൽ മനുഷ്യനാണ്, ഞാനൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതിരിക്കും. ലാസ്റ്റ് 3 to 4 years ആയിട്ട് ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുന്ന കാര്യമാണ് എൻ്റെ ബോഡി കെയർ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാനും ടീനേജിന്റെ ടൈമിൽ ബാക്ക് ആക്നെ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഞാൻ ലൈക്ക് ലിറ്ററലി ഒരു 6th കഴിഞ്ഞ് 7th നമുക്ക് ചുരിദാർ ആയിരുന്ന സമയം തൊട്ട് ഞാൻ കോളർ ചുരിദാർ യൂസ് ചെയ്ത ആളാണ്, ഈ ബാക്ക് ആക്നെ പുറത്ത് കാണാതൊക്കെ. ലൈക്ക് +2 വരെ ഫുൾ കോളർ ചുരിദാർ ഇട്ടിട്ട് നടന്ന ആളാണ്. പക്ഷെ അതും ബാക്ക് ആക്നിയുടെ റീസൺ ആണ് എന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മോയ്സ്ചറൈസറിലോട്ട് പോകാം, അതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ബാക്ക് ആക്നെയും പറ്റിയും പറയാം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വിയർക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ഡാൻസ് കളിക്കുന്ന ആളാണ്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം രാവിലെ ഡാൻസ് കഴിഞ്ഞിട്ടായിരിക്കും സ്കൂളിലൊക്കെ പോകുന്നത്, അപ്പൊ നന്നായിട്ട് വിയർക്കാറാണ്. ഈ വിയർപ്പും നമ്മുടെ ഈ കോളറുള്ള ഉടുപ്പ് ഒരിക്കലും ഇടുന്നത്, ഇത് രണ്ടും കൂടി ഇരുന്നിട്ട് ഇത് അവിടെ കിടന്നങ്ങോട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവും. അത് കാരണം നമുക്ക് ബാക്ക് ആക്നെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് രാവിലെ 6 മണിക്ക് ട്യൂഷൻ, ഡാൻസിനാരും അവിടെ നിൽക്കുന്നത് രാവിലെ 6 മണിക്ക് ട്യൂഷൻ എന്ന് പറഞ്ഞിറങ്ങും, അപ്പൊ കുളിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും, വൈകിട്ട് 6 മണിക്കായിരിക്കും തിരിച്ചിരുന്നത്. ഞാൻ അങ്ങനെ കയറിയിട്ടുള്ള ആളാണ്. അപ്പൊ അത് കാരണം അത്രയും നേരം എൻ്റെ ഈ ബാക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഇടുങ്ങിയിരിക്കുകയാണ് വിയർപ്പ് കാരണം. പിന്നെ വിയർപ്പ് നമ്മൾ ബോഡി നന്നായി ടൈറ്റ് ക്ലോത്ത്സ് ആയിരിക്കും ഇടുന്നത്, അതൊക്കെ കാരണം ഇടുങ്ങിയിരിക്കും, ഇത് കാരണം ബാക്ക് ആക്നെ വരും. പിന്നെ നമ്മൾ വന്നിട്ടും പ്രോപ്പറായിട്ട് വാഷ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് പിയേഴ്സിന്റെ സോപ്പ് യൂസ് ചെയ്ത് കഴുകി കളയുന്ന അത്ര ഒരു റിമൂവൽ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചു, വിയർപ്പ് ഉണ്ടാവും, നല്ല കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും എന്റെ ബാക്ക് ഇരിക്കുന്നത്. അത് മാത്രമല്ല പ്രോപ്പറായിട്ട് ഞാൻ ക്ലെൻസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ പിയേഴ്സിന്റെ സോപ്പ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് കളയുന്ന ആ വിയർപ്പ് പ്രോപ്പറായിട്ട് പോയെന്ന് ചോദിച്ചത്. പിന്നെ ഏറ്റവും വലുതായിട്ട് ലോഫ് യൂസ് ചെയ്തായിരിക്കും കഴുകുന്നത്. അത് മാത്രമല്ല പിന്നെ എന്താ, നന്നായിട്ട് മോയ്സ്ചറൈസറും ചെയ്യത്തില്ല. ബാക്ക് ആക്നെക്ക് വേറെ ഇനി ഒരു റീസണും വേണ്ടല്ലോ, നന്നായിട്ട് വരും. പിന്നെ ഞാനത് മാറ്റിയെടുത്തതെന്ന് വെച്ചാൽ മോക്കൂര് വന്നപ്പോഴത്തേക്ക് അത് മാറാനായിട്ട് ബെൻസിൽ പെറോക്സൈഡ് ക്രീം തന്നു. ഒന്നും നോക്കിയില്ല, ഈ ബെൻസിൽ പെറോക്സൈഡ് ക്രീം ഞാൻ നന്നായിട്ട് ബാക്ക് ആക്നെയിൽ ഇടാൻ തുടങ്ങി. പിന്നെ ഞാൻ ബേസിക്കലി സ്കിൻ ഡോക്ടറിനെ കണ്ടു, സ്കിൻ ഡോക്ടർ എനിക്ക് റീസൺസ് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ഓക്കെ അതുകൊണ്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ആന്റിബയോട്ടിക് ആയിട്ടുള്ള ബെൻസിൽ പെറോക്സൈഡിന്റെ ബോഡി സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ ബാക്ക് ആക്നെ പ്രോപ്പറായിട്ട് മാറിയത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ബാക്ക് ആക്നെ ഉണ്ടെങ്കിൽ ബാക്കിനെ ഒന്ന് ശ്വസിക്കാൻ വിടുക എന്നുള്ളതാണ്. അത് മറയ്ക്കാനായിട്ട് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം ബാക്ക് ആക്നെ ഉള്ള ആൾക്കാർ വീട്ടിൽ നിൽക്കുമ്പോഴെങ്കിലും ബാക്ക്ലെസ് ആയിട്ടുള്ള കുറച്ച് കഴുത്തിറങ്ങി ഉടുപ്പുകൾ യൂസ് ചെയ്യുക. പുറത്ത് കഴുത്തിറങ്ങി ഉടുപ്പുകൾ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ മുടി നന്നായിട്ട് മുകളിലോട്ട് അധികം താഴോട്ട് ടച്ച് ചെയ്ത് മുകളിൽ കെട്ടിവെക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഇടുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇപ്പൊ നൈറ്റ് ഇട്ട ഡ്രസ്സ് ആയിരിക്കും, നമ്മൾ വൈകിട്ട് കുളിച്ചിട്ട് ഇട്ട ഡ്രസ്സ് ആയിരിക്കും, കുറച്ച് രാത്രിയല്ലേ ഇട്ടുള്ളൂ, പിറ്റേന്നൊരു നേരം കൊണ്ട് ഇട്ടിട്ട് കഴുകാന്ന് വിചാരിക്കും. വീട്ടിലല്ലേ നിൽക്കുന്ന, വിയർപ്പില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. എന്ത് ആക്നെ ഉണ്ടെങ്കിൽ നോർമൽ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കുളിച്ചിട്ട് വൈകിട്ട് രാത്രി ആയാലും കുറച്ച് നേരം ഇട്ട ഡ്രസ്സ് ആയാലും മാക്സിമം അത് ഒരു ദിവസം ഒരു ഡ്രസ്സ് ഒരു നേരത്തെ കൂടുതൽ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ ദോ നിങ്ങൾ കുളിച്ചിട്ടാണ് ആ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് വീണ്ടും കുളിച്ചിട്ട് ഇടുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കിടക്കുമ്പോഴാണ് രാത്രിയൊക്കെ ഒരുപാട് ഡെഡ്
സെൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും. ഇതൊക്കെ ആ ഡ്രസ്സിൽ ഉണ്ടാവും. മൈന്യൂട്ടാണ്, മൈക്രോബിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ആക്നിക്ക് ഇതൊക്കെ റീസണാണ്, നമ്മളായിട്ട് റീസൺ കൊടുക്കണമല്ലോ. അപ്പൊ മാക്സിമം നിങ്ങളുടെ ക്ലോത്ത്സ് നന്നായിട്ട് റീയൂസ് ചെയ്യാതെ ഒരു നേരം ഒരു ക്ലോത്ത് അങ്ങനെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. റിപ്പീറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മൾ ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബോഡി തുടയ്ക്കുന്ന തോർത്ത്, അത് മാക്സിമം 2 ഡേയ്സിലൊരിക്കൽ 2 തോർത്ത് വെക്കുക. 2 ഡേയ്സിലൊരിക്കൽ ഒരു തോർത്ത് കഴുകുക, മറ്റത് യൂസ് ചെയ്യുക. അത് വെയിലത്തിട്ട് തന്നെ ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വേണമെങ്കിൽ നമ്മൾ നോർമൽ കോട്ടൺ തോർത്ത് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടവൽ യൂസ് ചെയ്യും. പക്ഷെ ടവൽ യൂസ് ചെയ്താൽ ഉണങ്ങി എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കാം. പിന്നെ മാക്സിമം ഒരു 2-3 മന്ത്സ് ഒക്കെ ആകുമ്പോൾ ആ ടവൽ മാറ്റിയിട്ട് പുതിയ ടവൽ യൂസ്, അത് കാല് തുടയ്ക്കാനായിട്ട് എടുത്തിട്ട് പുതിയ ടവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ബോഡി ആക്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഇതിന്റെ ടോപ്പിക്കിലുള്ള കാര്യമല്ല, പറഞ്ഞു വന്നപ്പോൾ ഞാൻ അതും കൂടെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ബാക്ക് ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബോഡി വാഷ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ബെൻസോൾ പെറോക്സൈഡ് സോപ്പ് കിട്ടും, അത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈവൻ ദോ തിക്കാണെങ്കിൽ മാക്സിമം ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ബോഡി മോയ്സ്ചറൈസർ എപ്പോഴും തിക്കായിട്ടായിരിക്കും കിട്ടുന്നത്. അത് അവോയ്ഡ് ചെയ്തിട്ട് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ബോഡി മോയ്സ്ചറൈസറിലോട്ട് പോവാം. ഇപ്പൊ ബാക്ക് ആക്നെ ഉള്ളവരുടെ ബോഡി മോയ്സ്ചറൈസറിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. മാക്സിമം ആക്റ്റീവ്സ് ഉള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അതായത് എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു, ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. മേ ബി AHA BHA ബോഡി മോയ്സ്ചറൈസേഴ്സ് കിട്ടുകയാണെങ്കിൽ കിട്ടും. വിഷ്കെയറിലുണ്ട് AHA BHA ബോഡി മോയ്സ്ചറൈസർ. അതുപോലെ നമ്മുടെ കെമിസ്ട്രി പ്ലേയിലൊക്കെ ഉണ്ട്. നമ്മുടെ സ്ട്രോബെറി ലെഗ്സ് ഒക്കെയാണ്, കെരാറ്റോസിസ് പൈലൈറ്റിസ് പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ നല്ല ഓപ്ഷനാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബോഡി നന്നായിട്ട് തുടച്ച് ഉണക്കി വരട്ടി ഇട്ട ശേഷം ബോഡി മോയ്സ്ചറൈസർ ഇടയിൽ ചെറിയ രീതിയിൽ നനവ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ബോഡി മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അണ്ടർ ആമിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് അങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അണ്ടർ ആമിലോട്ട് മോയ്സ്ചറൈസർ കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ബോഡി മോയ്സ്ചറൈസേഴ്സ് കുറച്ച് തിക്കാണ്. അണ്ടർ ആമിലോട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവിടെ ഒരു ഫോൾഡുകൾ ഉണ്ട്. ഈ ഫോൾഡിലോട്ട് മോയ്സ്ചറൈസേഴ്സ് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അത് ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ്, കാരണം പ്രോപ്പറായിട്ട് അബ്സോർബ് ആവത്തില്ല, മടക്കിലിരിക്കുകയാണല്ലോ, അതുകൊണ്ട്. സോ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അണ്ടർ ആമിൽ നമുക്ക് റോൾ ഓൺസ് യൂസ് ചെയ്യാം. കുളിക്കുന്ന ബോഡി അണ്ടർ ആം ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ ബോഡി നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് അടങ്ങിയ ബോഡി വാഷസ് യൂസ് ചെയ്യണമെങ്കിൽ അത് നന്നായിട്ട് അവിടെ യൂസ് ചെയ്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നിന്നിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് എക്സ്ഫോളിയേറ്റ് അണ്ടർ ആം റോൾ ഓൺസ് കൊണ്ട് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ അണ്ടർ ആം ഡാർക്ക്നെസ് മാറ്റാം. ഇത് ഞാൻ പറയുന്നത് കൂടെ ഒരു ഇതിട്ട് പൊകളിലോട്ട് ഏറ്റി പറഞ്ഞുള്ളൂ, നമ്മുടെ ടോപ്പിക്കിലുള്ള കാര്യമല്ല. എനിവേസ് ബാക്കി കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ യൂറിയ ബേസ് ചെയ്തിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി യൂറിയയെ പറ്റി, എന്താണ് യൂറിയ, അതെങ്ങനെ ബോഡി ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റി ലാസ്റ്റ് തേഴ്സ്ഡേ ഒരു വീഡിയോ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പൊ അത് അങ്ങനത്തെ ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അതല്ല നോർമലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം ആക്റ്റീവ്സ് ഇല്ലാത്ത എന്നാൽ നല്ല തിക്ക് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഞാൻ പെർട്ടിക്കുലർ ബ്രാൻഡുകളുടെ പേരൊന്നും പറയുന്നില്ല. എങ്ങനെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് Q&A സെക്ഷനിൽ അങ്ങനത്തെ റെക്കമെൻഡേഷൻ ആയിട്ട് തന്നെ ചെയ്യാം വീഡിയോ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ എടുത്ത് പറയുന്നത് മാക്സിമം ഫ്രാഗ്രൻസിനോട് ടാറ്റ ബൈ ബൈ പറയുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് കുളിക്കുമ്പോൾ സോപ്പിലോ ബോഡി വാഷിലോ മോയ്സ്ചറൈസേഴ്സിലോ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബോഡി മിസ്റ്റോ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എത്ര നേരം നിങ്ങൾ ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യണം, എങ്ങനത്തെ ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ ഓരോ പ്രാവശ്യം ബോഡി വാഷ് കഴിയുമ്പോഴും മാക്സിമം ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ ദോ നമ്മുടെ ബോഡി മോയ്സ്ചറൈസേഴ്സ് 24 hour ഹൈഡ്രേഷൻ പറയുമെങ്കിൽ ചിലപ്പോൾ അത്രയും ടൈം ഹൈഡ്രേഷൻസ് തരാൻ പോകുന്നില്ല. ഇപ്പൊ ബേസിക്കലി ഞാൻ എങ്ങനെ ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഷോർട്ടിൽ പറഞ്ഞല്ലോ, ഞാൻ നിവ്യയുടെ മറ്റേ രണ്ട് പുതിയ ബോഡി വാസ്ലിൻ, നിവ്യയിലെ വാസ്ലിന്റെ നൈറ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നൈറ്റ് യൂസ് ചെയ്യുന്ന ബോഡി മോയ്സ്ചറൈസർ ഞാൻ നൈറ്റ് കുളിച്ചിട്ട് എന്റെ വിഷ് കെയറിന്റെ AHA ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആക്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ട് കയ്യിലും മുട്ടിന് താഴോട്ട് കയ്യിലും ഫുള്ള് ഞാൻ യൂസ് ചെയ്യാറ് എന്റെ വാസ്ലിന്റെ ബോഡി മോയ്സ്ചറൈസർ ആണ്. പിന്നെ മോർണിംഗിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിപ്പെൻസ് ആണ് എന്റെ മോർണിംഗിലെ കുളി. എനിക്ക് എന്തെങ്കിലും പുറത്തോട്ടൊക്കെ പോകണം, ഒന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നിയാൽ ഞാൻ ബോഡി വാഷ് ചെയ്യാറുണ്ട്. ആ ടൈമിലാണെങ്കിൽ ഞാൻ ബോഡി ഫുള്ള് നല്ല രീതിയിൽ മറ്റേ AHA ബോഡി വാഷ് യൂസ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാലിന്റെ താഴോട്ട് മോർണിംഗിലുള്ള ബോഡി മോയ്സ്ചറൈസർ ഇട്ടിട്ട്
ഞാൻ എക്സ്പോസ്ഡ് ഏരിയസിലൊക്കെ ഞാൻ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ സൺസ്ക്രീനിലെത്തി. ബോഡി സൺസ്ക്രീൻ നമ്മൾ ഫേസ് സൺസ്ക്രീൻ തന്നെ എത്തിക്കാൻ വളരെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് എനിക്കറിയാം. പക്ഷെ നമ്മൾ ബോഡി സൺസ്ക്രീൻ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് നേരം പുറത്ത് ഇറങ്ങുന്ന ആൾക്കാർ. ഞാൻ എപ്പോഴും പറയും ബോഡി സൺസ്ക്രീൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ആണുങ്ങളാണെന്ന്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പുറത്ത്, സ്ത്രീകളും വണ്ടി എടുക്കും, പക്ഷെ എന്നാലും കൂടുതലായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടിനെക്കാളും പ്രൈവറ്റ് കാറും ബൈക്കോ കൂടുതലായിട്ടും പുറത്തിറക്കി കണ്ടിട്ടുള്ള ആണുങ്ങളാണല്ലോ. സോ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഹെൽമെറ്റ് വെച്ച് തല പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബോഡി മോയ്സ്ചറൈസർ, ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കയ്യിൽ നിങ്ങൾ കാർ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും കയ്യിൽ പെട്ടെന്ന് ടാനിങ് വരാൻ ചാൻസ് ഉണ്ട് ഗ്ലാസിന്റെ റിഫ്ലക്ഷനിലൂടെ. അപ്പൊ അതുകൊണ്ട് കയ്യിൽ നന്നായിട്ട് ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഗേൾസ് ആണെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ കൈ ഫുള്ളി യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ലിറ്ററലി നമുക്ക് ടാനിങ് മനസ്സിലാവില്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ടാനിങ് മനസ്സിലാവും. കാരണം നമ്മുടെ കൈയുടെ ഇത്രയും ഭാഗം ഒരു കളറും ബാക്കി ഇങ്ങോട്ട് താഴോട്ടൊരു കളറും ആയിരിക്കും. അതാണ് ടാനിങ്, അറിയാലോ. അപ്പം ഈ താഴോട്ട് ടാനിങ് വരാതിരിക്കുക നല്ലത് അത്രയും ഭാഗത്ത് ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പൊ രാവിലെ പുറത്ത് പോയി കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് നന്നായിട്ട് ബോഡി ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. വൈകിട്ട് HA ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാൻ 2 നേരവും യൂസ് ചെയ്യുന്നേ ഉള്ളൂ. HA ബോഡി മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണം എന്ന് തന്നെ നിർബന്ധമില്ല. നിങ്ങൾക്ക് ആക്നെ ഒക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് മാത്രം നിങ്ങൾക്ക് ആക്റ്റീവ്സ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് പകൽ ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ 2 മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ തിക്കായിട്ട് തോന്നും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ മോർണിംഗിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. വൈകിട്ട് എന്തായാലും നിങ്ങളുടെ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാനും പറഞ്ഞത്. ബോഡി മോയ്സ്ചറൈസർ എത്ര തവണ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായി, സൺസ്ക്രീൻ എത്ര തവണ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി മോർണിംഗിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എക്സ്പോസ്ഡ് ഏരിയസിലൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായി. ഇപ്പൊ ഒരുവിധം നമ്മൾ ബോഡി കെയറിന്റെ ഒരുവിധം എല്ലാ പ്രോബ്ലംസും പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഈ എൽബോ ഡാർക്ക്നെസിനെ പറ്റി എൽബോ നീ ഡാർക്ക്നെസ് ആണ് അടുത്ത ബോഡി കെയറിൽ വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐക്കാർഡ് കൊടുക്കാം. പക്ഷെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അതിനെപ്പറ്റി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ബോഡി കെയറിനെ പറ്റി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ജനറൽ നോളജ് ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റെക്കമെൻഡേഷൻസ് എന്താ പറയുക, നമ്മുടെ ഓരോ മോയ്സ്ചറൈസറിന് സെപ്പറേറ്റ്, ബോഡിക്ക് വേണ്ട ഓരോ മോയ്സ്ചറൈസറിന് സെപ്പറേറ്റ് റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ വെച്ചാൽ ബോഡിക്ക് എല്ലാവർക്കും ഒരു ടൈപ്പ് മോയ്സ്ചറൈസർ ആയിരിക്കും. അത് ലാക്ടീസ് അടങ്ങിയ മോയ്സ്ചറൈസർ വേറെ ഉണ്ട്. അല്ലാത്ത നമുക്ക് ഫ്രാഗ്രൻസ് എന്ന് ഞാൻ പറയുന്നെങ്കിൽ ചിലപ്പം നോർമൽ സ്കിൻകാർക്ക് അധികം സ്കിൻ ഇറിറ്റേഷൻസ് ഇല്ലാത്ത ഫ്രാഗ്രൻസ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ഉണ്ട്. കാരണം എല്ലാം ഫ്രാഗ്രൻസും അഴുക്കല്ല. അങ്ങനത്തെ മോയ്സ്ചറൈസർ ആണെങ്കിൽ അതിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ജനറലായിട്ട് ബോഡി കെയറിനെ പറ്റി ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇതിനെ പറ്റി ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.